കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഉപേക്ഷിച്ചു പോയ സ്വന്തം കുഞ്ഞിനെ തിരികെ ഏറ്റെടുക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ച് ജാർഖണ്ഡ് സ്വദേശികളായ മാതാപിതാക്കൾ. കുഞ്ഞിനെ വീഡിയോ കോളിലൂടെ കണ്ടതിനു പിന്നാലെ ഏറ്റെടുക്കാൻ അച്ഛനും അമ്മയും ആഗ്രഹം പ്രകടിപ്പിക്കുകയായിരുന്നു. ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണത്തിലുള്ള കുഞ്ഞിനെ തേടി രക്ഷിതാക്കൾ വരുമെന്ന പ്രതീക്ഷയിലാണ് പോലീസുകാർ. ഫെബ്രുവരിയിൽ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഉപേക്ഷിച്ച കുഞ്ഞിനെ കഴിഞ്ഞ വ്യാഴാഴ്ച ശിശുക്ഷേമ സമിതി ഏറ്റെടുത്തത്. നിധി എന്ന് പേരിട്ട കുഞ്ഞിനെ കഴിഞ്ഞ വ്യാഴാഴ്ച ശിശുക്ഷേമ സമിതി ഏറ്റെടുത്തു. അങ്കമാലി കുറുക്കൂറ്റിലെ ശിശുഭവനിലാണ് കുട്ടിയുള്ളത്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ കുഞ്ഞിനെ ഉപേക്ഷിച്ച് ജാർഖണ്ഡ് സ്വദേശികളായ ദമ്പതികൾ നാടുവിടുകയായിരുന്നു. ഇവരെക്കുറിച്ച് കഴിഞ്ഞ 2 മാസത്തോളമായി പോലീസിന് ഒരു വിവരവുമില്ലായിരുന്നു. ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ട് പോലും നടന്നില്ല. അതിനിടെയാണ് കഴിഞ്ഞയാഴ്ച കൊച്ചിയിൽ ഓൾ ഇന്ത്യ പോലീസ് ബാഡ്മിൻ്റൺ ടൂർണമെന്റ് നടന്നത്. ഇതിൽ പങ്കെടുക്കാനെത്തിയ ജാർഖണ്ഡുകാരനായ പോലീസുകാരനോട് ഈ വിവരം എറണാകുളത്തെ നോർത്ത് പോലീസ് സ്റ്റേഷനിലെ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു. താൽപര്യത്തോടെ തെരച്ചിൽ ആരംഭിച്ച ജാർഖണ്ഡിലെ പോലീസ് കഴിഞ്ഞ ദിവസം തന്നെ രക്ഷിതാക്കളെ കണ്ടെത്തി. റാഞ്ചിക്കടുത്തുള്ള ലോഹാർഗഡ ഗ്രാമത്തിൽ കഴിയുകയായിരുന്നു അച്ഛൻ മംഗലേശ്വരം, അമ്മ രജിതയും. കുഞ്ഞു മരിച്ചെന്ന ധാരണയിലായിരുന്നു ഇരുവരും ഉണ്ടായിരുന്നത്. കുഞ്ഞ് ജീവനോടെ ഉണ്ടെന്നറിയിച്ചതോടെ കുഞ്ഞിനെ ഏറ്റെടുക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. ജീവിച്ചിരിപ്പുണ്ടെന്ന് ഉറപ്പാക്കാൻ കുഞ്ഞിനെ വീഡിയോ കോളിലൂടെ കാണണമെന്നായി. ഒടുവിൽ ശിശുക്ഷേമ സമിതി അധ്യക്ഷന്റെ അനുവാദത്തോടെ പോലീസ് കുഞ്ഞിനെ വീഡിയോ കോളിലൂടെ അച്ഛനമ്മമാർക്ക് കാണിച്ചു കൊടുത്തു. മരിച്ചെന്ന് കരുതിയ സ്വന്തം മകളെ ഇരുവരും കണ്ണീരണിഞ്ഞു കണ്ടു. ആശുപത്രി ചോദിച്ച 2 ലക്ഷം രൂപ നൽകാൻ സാധിക്കാതെ വന്നതോടെയാണ് കുഞ്ഞിനെ ഉപേക്ഷിച്ച് കടന്നതെന്ന് രക്ഷിതാക്കൾ പോലീസിനെ അറിയിച്ചു. കുഞ്ഞിനെ ഏറ്റെടുക്കാൻ അച്ഛനമ്മമാർ ഉടൻ കേരളത്തിലെത്തുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. എത്തിയില്ലെങ്കിൽ ജാർഖണ്ഡിൽ പോയി ഇരുവരെയും കസ്റ്റഡിയിലെടുക്കും. നാട്ടിലെത്തി കുഞ്ഞിനെ ഏറ്റെടുക്കാൻ തയ്യാറായാലും ദമ്പതികളുടെ ജീവിത സാഹചര്യം കൂടി പരിഗണിച്ച് മാത്രമേ കുഞ്ഞിനെ കൈമാറൂ എന്ന് നേരത്തെ തന്നെ ശിശുക്ഷേമ സമിതി വ്യക്തമാക്കിയിട്ടുണ്ട്.